വീണ്ടും വീണ്ടും ഒരു ഭക്ഷണം തന്നെ കഴിക്കാനുള്ള കാരണം അല്ലെങ്കിൽ കഴിക്കാതിരിക്കാനുള്ള കാരണം അത് നമ്മുടെ ടേസ്റ്റ് ആണ്. ഈ എന്തൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വായ്ക്ക് രുചിയില്ലാത്തൊരു ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അപ്പൊ ടേസ്റ്റ് എന്ന് പറയുന്നതിന് ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇന്നും കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് ഭക്ഷണത്തിനെ പറ്റി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അതിന്റെ കൂടെ ഒന്ന് മെഡിസിനെ പറ്റിയിട്ടുള്ള നമ്മുടെ അപ്രോച്ച് ഒന്ന് നോക്കാം. തീന്മേശയിലുള്ള ഭക്ഷണം നമ്മളെ സാധാരണഗതിയിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ഒന്നുകിൽ അത് നമ്മുടെ ആരോഗ്യത്തിനെ സപ്പോർട്ട് ചെയ്യും, അത് അല്ലെങ്കിൽ അത് നമ്മളിലെ രോഗത്തിനെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഭക്ഷണത്തിനെ വളരെ കാഷ്വൽ ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ കാഷ്വാലിറ്റിയിൽ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കുന്നത് എഡിബിൾ ആണെന്ന് വിചാരിച്ചുകൂടാ. അത് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് സ്യൂട്ടബിൾ അല്ല എന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ജീവിതശൈലി രോഗങ്ങളൊക്കെ അതിന്റെ ഒരു കാരണമാവാം. അപ്പൊ പർപ്പസ് ഓഫ് ഫുഡ് എന്ന് പറയുന്നതാണ് നമ്പർ 1. നമ്പർ 2, എന്താണ് നമ്മൾ കഴിക്കുന്നത്? മരുന്നിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ മറ്റൊരു സെഷൻ. ഇവിടെ ഔഷധവും ആരോഗ്യവും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള ഔഷധം? എല്ലാവർക്കും അറിയാമെങ്കിലും അതിൻ്റെ അകത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആഹാരം ഒരിക്കലും ഒരു ഔഷധത്തിൻ്റെ തലത്തിലേക്ക് മാറാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകളുമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സനൽ സാറിനെ ഒന്ന് കേൾക്കാം. നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഡോക്ടർ സനൽ സാർ. സനൽ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സർ. സാധാരണഗതിയിൽ നമ്മളൊരു ജിം അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇനീഷ്യലി എടുക്കുന്ന റെസൊല്യൂഷൻസ് ഒക്കെ. നമുക്കൊന്ന് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ന്യൂ പെർസ്പെക്റ്റീവ്, ഒരു വ്യത്യസ്തമായ ഒരു ചിന്താഗതിയിലൂടെ നമുക്കൊന്ന് ഭക്ഷണത്തെ കണ്ടാലും ആ ഒരു തോട്ട് പ്രോസസ് ആണ് ഇവിടെ എത്തിച്ചത്. ആഹാരം തന്നെയാണ് ഔഷധം എന്നാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആഹാരത്തിൽ ഔഷധ മൂല്യങ്ങൾ ഓൾറെഡി ഉണ്ട്, നമുക്കൊക്കെ അറിയാം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പല കണികകളാണ്. അത് കോശങ്ങൾ എന്ന് ഒരു ബയോളജിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ ബയോ കെമിക്കലായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ബയോ കെമിസ്ട്രിന്റെ ലാംഗ്വേജിൽ പറയുമ്പോൾ അതിനകത്ത് പല ഹോർമോൺസും ഒക്കെ വരുമായിരിക്കും, അല്ലെങ്കിൽ കോശസ്തരങ്ങളും അങ്ങനെയുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുമായിരിക്കും. അതിന് ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊരു പ്രോട്ടീനും അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ചെയിൻ, അതിനകത്ത് കുറെ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ പല വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കോമ്പിനേഷൻ, ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ടാവും. അപ്പോ ആഹാരം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ആഹാരം ശരിയാകുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഔഷധങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ആഹാരം തന്നെയാണ് ഔഷധം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല കൊണ്ടുവന്നത്, ഹിപ്പോക്രാറ്റസ് ആണ്. BC എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജീവിച്ച് മരിച്ച അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ലെറ്റ് ഫുഡ് ബി തൈ മെഡിസിൻ ആൻഡ് ലെറ്റ് മെഡിസിൻ ബി തൈ ഫുഡ്. നിങ്ങളുടെ ഭക്ഷണം തന്നെയാണ് നിങ്ങളുടെ മരുന്ന്, നിങ്ങളുടെ മരുന്ന് തന്നെയാണ് നിങ്ങളുടെ ഭക്ഷണം. അതിനെ സെപ്പറേറ്റ് ഒരു മരുന്ന് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളങ്ങനെ ഒരു മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, നിങ്ങൾ എന്നല്ല ശരിക്കും പറയേണ്ടത്, ഞങ്ങളെല്ലാവരും മനുഷ്യർ അങ്ങനെ കഴിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഭക്ഷണത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അളവിലേക്ക് നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. ഒരു മനുഷ്യൻ തന്നെ 15ഉം 18ഉം മരുന്നുകളെ ഒരു ദിവസം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഭക്ഷണ സമാനമായി പോകുന്ന ഒരു അവസ്ഥയാണ്. അതിലേക്ക് പോകാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം? ശരിക്കും നമ്മുടെ ആരോഗ്യത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ? അതിലൊന്ന് ഭക്ഷണം. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കഴിക്കുന്നു, അതുപോലെ തന്നെ വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മുടെ ശരീരത്തിന്റെ ചലനം, ബോഡി മൂവ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ സ്റ്റാറ്റസ്. മെന്റൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള നമ്മുടെ നില, സമനില എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ വിശ്രമം, ഉറക്കം മുതലായവ. ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചാലഞ്ചസ് അല്ലെങ്കിൽ ഇന്നുണ്ടായിരിക്കുന്ന അത്രയും ജീവിതശൈലി രോഗങ്ങൾ ഒരുപക്ഷെ മുമ്പ് ഉണ്ടായിരുന്നില്ല. വളരെ കുറവ് അല്ലെങ്കിൽ തുച്ഛമായ അളവിൽ നമുക്കൊരു പക്ഷെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അത്രയും മോശമായ രീതിയിലായിരുന്നു അന്നത്തെ ജീവിതശൈലി രോഗങ്ങൾ. ഇന്ന് അതല്ല, ഇന്ന് അബണ്ടൻസിലാണ്. നമ്മൾ പറയാറില്ലേ, ചില മിനറൽസ് ഒക്കെ ഖനികളിൽ നിന്ന് ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് സ്കേസിറ്റിയിലേക്ക് പോവാണ്. പക്ഷെ അബണ്ടൻസിൽ ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം?
ഒന്നുകിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് വളരെ കറക്റ്റായി, അല്ലെങ്കിൽ നമ്മൾ പുതിയ എക്യുപ്മെന്റ്സോ പുതിയ കാര്യങ്ങളോ കണ്ടുപിടിച്ചു. അതുകൊണ്ട് നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് കൂടുതൽ അളവിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ആരോഗ്യത്തിന്റെ കണ്ടീഷൻ ഇതാണോ? അല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ശരിയായിരുന്നു എങ്കിൽ ഇത് അബണ്ടൻസിലേക്ക് വരില്ലായിരുന്നു, ആരോഗ്യം ഉണ്ടാവുമായിരുന്നു. അല്ലെ? ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലുണ്ടാവും. അപ്പൊ അതല്ല നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നതിൽ എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് ബാധിക്കുന്ന ഇത്രയും ഫാക്ടേഴ്സ്, ഒരുപക്ഷെ ഇവിടെ ഞാൻ 6 പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇനിയും ഉണ്ടാവാം. അപ്പൊ ഇതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ബട്ട് നമ്മുടെ ഫുഡ് ചോയ്സസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ അതിനെ സ്വാധീനിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൽ ഒന്ന് അവൈലബിലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ പല പല സാധനങ്ങളും കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ്, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഒരുപക്ഷെ ഫൈനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഇന്നില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് പല ആൾക്കാരുടെയും എഫക്റ്റീവ് ഫൈനാൻസ് കണ്ടീഷൻ അനുസരിച്ചിട്ട് അത് നമ്മുടെ ഭക്ഷണത്തിനെയും സ്വാധീനിക്കുന്നുണ്ട്. സോഷ്യൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയാം, നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് ഈവൻ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന് പറയുന്നതൊക്കെ അതിൽ പെടുന്നതാണ്. അഡ്വർടൈസിങ്ങും മീഡിയ ഒക്കെ അല്ലെ, ചില മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ തന്നെ ആ രീതിയിലാണ്. പക്ഷെ ഇപ്പൊ അതിൽ ഹെൽത്ത് എന്ന് പറയുന്ന വാക്ക് കൂടി ആഡ് ചെയ്തിട്ട് അതും നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും ഭക്ഷണം കഴിക്കുന്നത് പോലും നമ്മുടെ മൂഡിനനുസരിച്ചും സ്ട്രെസ്സിനനുസരിച്ചും ഒക്കെയാണ്. സ്ട്രെസ്ഫുൾ ഈറ്റിംഗ് അല്ലെങ്കിൽ ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ തന്നെ അത് പോയിട്ടുണ്ട്. ഹെൽത്ത് അവയർനെസ് നമ്മളൊക്കെ പലതരത്തിലുള്ള, ഒരുപക്ഷെ ഇത്തരം സെഷൻ ഇല്ലെങ്കിൽ പോലും നമ്മളൊക്കെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളിൽ അവെയർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യ ചിന്തകൾ അനുസരിച്ചിട്ടും നമ്മൾ നല്ല ഭക്ഷണങ്ങൾ തേടി പോകുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിറ്റൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ കളർ, ടെക്സ്ചർ മുതലായവ മുഖേന നമ്മുടെ മനസ്സിനെ അത് എങ്ങനെ അപ്പീൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. ഈ നല്ല ടെക്സ്ചർ ഉണ്ടെങ്കിലും നല്ല നിറങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ നമുക്കത് കഴിക്കാൻ കൂടുതൽ തോന്നാറുണ്ട്. ഈ രീതിയിൽ നമ്മുടെ ഫുഡ് ചോയ്സസിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അതിനെ നമ്മൾ ചൂസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒരു ഭക്ഷണം തന്നെ കഴിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ കഴിക്കാതിരിക്കാനുള്ള കാരണം, അത് നമ്മുടെ ടേസ്റ്റ് ആണ്. ഈ എന്തൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വായിക്ക് രുചിയില്ലാത്തൊരു ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അപ്പൊ ടേസ്റ്റ് എന്ന് പറയുന്നതിന് ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇന്നും കൊടുക്കുന്നുണ്ട്. അതേസമയത്ത് ഭക്ഷണത്തിനെ പറ്റി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അതിന്റെ കൂടെ ഒന്ന് മെഡിസിനെ പറ്റിയിട്ടുള്ള നമ്മുടെ അപ്രോച്ച് ഒന്ന് നോക്കാം. എന്താണ് നമ്മൾ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ? അത് അലോപ്പതി ആയിക്കോട്ടെ, ആയുർവേദ മരുന്നുകളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള മരുന്നാണെങ്കിലും നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഒരു മരുന്ന് കഴിക്കുന്നത്? എന്താണ് അതിന്റെ പർപ്പസ്? പ്രധാനപ്പെട്ട എന്ത് മരുന്നാണ് നമ്മൾ കഴിക്കുന്നത്? ആന്റിബയോട്ടിക്കുകളിൽ തന്നെ പലതരത്തിലുള്ള ആന്റിബയോട്ടിക് ഉണ്ടാവാം, അതല്ലെങ്കിൽ പെയിൻ കില്ലറിൽ തന്നെ പലതരത്തിലുള്ളത് ഉണ്ടാവാം. ഇതിൽ ഏത് തരത്തിലുള്ളതാണ് നമ്മൾ കഴിക്കുന്നത്, ഏത് കോമ്പിനേഷൻ ആണ് എന്നൊക്കെ നമ്മൾ അവിടെ ചിന്തിക്കുന്നുണ്ടാവും. എത്രത്തോളം, എന്ത് ഡോസിലാണ്, ഹൗ മച്ച്, എത്രയാണ് നമ്മൾ കഴിക്കേണ്ടത്? നമ്മൾ കഴിക്കേണ്ട ഡോസ് എപ്പോഴാണ്? രാവിലെയാണോ വൈകിട്ടാണോ? ആൻഡ് അവിടെ നമ്മൾ പറയുന്ന ഒരു പ്രത്യേക വാക്ക് തന്നെ ഡോസ് എന്നുള്ളതാണ്. അപ്പൊ ഒരു സെക്കൻഡ്. അപ്പൊ അവിടെ നമ്മൾ ഡോസ് എന്ന് പറയുന്നത് മരുന്നുകൾക്ക് മാത്രമേ, ഭക്ഷണത്തിനെ പറ്റി പറയാറില്ലല്ലോ. മരുന്നുകൾ രാവിലെയാണോ വൈകിട്ടാണോ, എത്ര ഡോസിൽ കഴിക്കണം, എത്ര മില്ലിഗ്രാം വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ലെവൽ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. എങ്ങനെയാണ് കഴിക്കേണ്ടത് ഇതും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇതൊക്കെ ഒരു മരുന്നിനെ പറ്റി നമ്മൾ വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കുമ്പോൾ ഭക്ഷണത്തിനെ പറ്റി പൊതുവെ ഇങ്ങനെ പറയാറുണ്ടോ? ഇല്ല. എന്നാൽ നമുക്കൊന്ന് ഭക്ഷണത്തിനെ പറ്റി അങ്ങനെ പറഞ്ഞു നോക്കിയാൽ എന്താണ് വ്യത്യാസം ഉണ്ടാവുക? ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഭക്ഷണവും മരുന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് കണ്ടു തുടങ്ങിയത്? നമ്മുടെ തീന്മേശയിലുള്ള ഭക്ഷണം നമ്മൾ സാധാരണഗതിയിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ഒന്നുകിൽ അത് നമ്മുടെ ആരോഗ്യത്തിനെ സപ്പോർട്ട് ചെയ്യും, അത് അല്ലെങ്കിൽ അത് നമ്മളിലെ രോഗത്തിനെ സപ്പോർട്ട് ചെയ്യും. ഇതിൽ രോഗത്തിനെ സപ്പോർട്ട് ചെയ്യാണ് നമ്മുടെ ആവശ്യമെങ്കിൽ നമ്മൾ അതേ പാറ്റേണിൽ തന്നെ ഒന്നും ചിന്തിക്കാതെ കണ്ടിന്യൂ ചെയ്യാം. ആരോഗ്യത്തിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഈ മരുന്നുമായിട്ട് ഇതിനൊന്ന് കമ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഭക്ഷണം എന്തായാലും ഇതേ ഭക്ഷണം തന്നെയാണ് നമ്മുടെ ഹെൽത്തി പാറ്റേണിലേക്കും അല്ലെങ്കിൽ അൺഹെൽത്തി പാറ്റേണിലേക്കും കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ ഈ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നമ്മൾ ഭക്ഷണത്തിനെ പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കമ്പാരിസൺ ഇന്നിവിടെ ഇത്രമാത്രം പ്രാധാന്യത്തോട് കൂടിയിട്ട് ഞാൻ പറയുന്നത്. നമ്മൾ ഭക്ഷണത്തിനെ വളരെ കാഷ്വൽ ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ കാഷ്വാലിറ്റിയിൽ പോകേണ്ടി വരും. ആൻഡ് ഇറ്റ്സ് ട്രൂ.
അതാണ് ഇന്ന് ഒരുപക്ഷെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു പുതിയ ചിന്താഗതി നമുക്ക് ഇന്ന് കൊണ്ടുവരാം. എന്താണ് ഭക്ഷണത്തിന്റെ ആവശ്യം, പർപ്പസ്? എന്തിനാണ് നമ്മൾ ഭക്ഷണം എന്തിനാണ് കഴിക്കുന്നത്? സാധാരണ അതിൽ പറയാറുണ്ട്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന എന്തും നമുക്ക് വെട്ടി വിഴുങ്ങാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കഴിക്കാം. അത് നമ്മുടെ ഒരു പക്ഷേ ഒരുപാട് ആൾക്കാരുടെ ശീലമാണ്. എന്തും നമ്മൾ എഡിബിൾ എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകാം. എഡിബിൾ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നത്, ഭക്ഷണത്തിന്റെ ഒരു പാർട്ടാവാൻ സാധിക്കുന്നത്, അതിനാണ് എഡിബിൾ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഭക്ഷണം? നമ്മളെ സംബന്ധിച്ച് ഭക്ഷണം എന്താ? നമുക്ക് ശരീരത്തിന് എനർജി കുറയുന്ന സമയത്ത് നമ്മളത് കഴിക്കുന്നുണ്ടാവും. എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് കഴിക്കുന്നുണ്ടാവും. ഈവൻ അതൊരു ഫുഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഇമോഷൻ രീതിയിലേക്കും പോകുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ മറ്റൊരാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതാണെങ്കിൽ, ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണെങ്കിൽ, അവിടെ നമുക്ക് ദയ എന്ന് പറയുന്ന ഒരു ഇമോഷൻ അവിടെ ഉണ്ട്. അതേസമയത്ത് നമ്മുടെ സന്തോഷത്തിന്റെ ഒരു പാർട്ടായിട്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം കുറെ പേരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കൊടുക്കുന്നതാണെങ്കിലോ, അവിടെയും അത് വരുന്നുണ്ട് അല്ലെ, ഇമോഷൻ വരുന്നുണ്ട്. ആൻഡ് അവിടെ ഈവൻ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അവിടെ ഒരുപക്ഷെ മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഭക്ഷണം നമ്മൾ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. മീൻസ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സും നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഭക്ഷണവും തമ്മിൽ സെപ്പറേറ്റ് അല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. മറ്റൊന്ന് സാറ്റൈറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം കഴിച്ച് ഫുൾനെസ് ആയി എന്നുള്ളൊരു രീതി. അത് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഒരു ഫീലിംഗ് ആണ്. ഈ സ്റ്റൊമക് ഫുൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫുൾ ആകുന്നതിന് മുമ്പ് തന്നെ മേ ബി ഒരു 50 to 60% നമ്മുടെ സ്റ്റൊമക്ക് നിറയുമ്പോൾ തന്നെ ബ്രെയിനിലേക്ക് പോകുന്ന ഒരു മെസ്സേജ് ആണ്. പക്ഷെ ഈ മെസ്സേജ് അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സമയം കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ പിന്നെയും കഴിക്കുന്ന ഒരവസ്ഥയിലെത്തുന്നത്. അല്ലെങ്കിൽ ഭക്ഷണം വയറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ആമാശയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം കൂടുതലായതുകൊണ്ടാണ് ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിച്ചു പോകുന്നത്, ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നത്. പക്ഷേ ശരീരത്തിനെ സംബന്ധിച്ച് ഭക്ഷണം എന്താ, അതിന്റെ ആവശ്യം എന്താ? ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പർപ്പസ് ഓഫ് ഫുഡ് എനർജറ്റിക് ആവുക എന്ന് പറയുന്നതുണ്ട്. തീർച്ചയായിട്ടും ഈ എനർജറ്റിക് അപ്പുറം നമ്മുടെ നോർമൽ ഫങ്ഷനിങ്, അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് റിപ്പയർ, എനർജി ആൻഡ് നമ്മുടെ മെന്റൽ സപ്പോർട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ശരീരത്തിൽ പലതരത്തിലുള്ള ന്യൂട്രീഷൻ ആവശ്യമുണ്ട്, പോഷകഗുണങ്ങൾ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് 20%, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിന്റെ 20%വും ബ്രെയിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഷുഗർ, ബ്ലഡ് ഷുഗർ. സോ അത്രമാത്രം ബ്രെയിനിന് തന്നെ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഷുഗറിന്റെ ആവശ്യമുണ്ട്. നമ്മൾ പെട്ടെന്ന് സഡൻ ആയിട്ട് ഷുഗർ ഒന്നും അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അവിടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി പല രീതിയിലും ഉണ്ടാവും. അപ്പൊ അതിനെ സ്ട്രക്ചേർഡ് പാറ്റേണിൽ കൊണ്ടുപോകണം. ഇതാണ് ശരീരത്തിനെ സംബന്ധിച്ച് ഭക്ഷണത്തിന്റെ ഒരാവശ്യം. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കുന്നത് എഡിബിൾ ആണെന്ന് വിചാരിച്ചുകൂടാ. അത് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് സ്യൂട്ടബിൾ അല്ല എന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ജീവിതശൈലി രോഗങ്ങളൊക്കെ അതിന്റെ ഒരു കാരണമാവാം. അപ്പൊ പർപ്പസ് ഓഫ് ഫുഡ് എന്ന് പറയുന്നതാണ് നമ്പർ 1. നമ്പർ 2, എന്താണ് നമ്മൾ കഴിക്കുന്നത്? മരുന്നിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സോ എന്താണ്, വാട്ട് ഈസ് ഫുഡ്? ഫുഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പലതരത്തിലുള്ള മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് കൂടിയതാണ്. ഈ മാക്രോ ന്യൂട്രിയൻസിൽ വരുന്ന എന്തൊക്കെയാ? പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ നമ്മുടെ സ്ട്രക്ചർ, ഫംഗ്ഷൻ, ഇമ്മ്യൂണിറ്റി, റിപ്പയർ, ഇതുപോലെയുള്ള ഫംഗ്ഷൻസിന് ആവശ്യമുള്ളതാണ്. ഫാറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിംഗ് ടെമ്പറേച്ചർ റെഗുലേഷൻ, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്, സെൽ വാൾ, കോശസ്തരങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒക്കെ കൊഴുപ്പ് ആവശ്യമുണ്ട്. അതുകൂടാതെ മറ്റു ഹോർമോണുകൾ, ചെറിയ ചെറിയ ആവശ്യങ്ങൾ വേറെ ഉണ്ട്. ഇതൊക്കെ ഞാൻ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടി മുതൽ മുടി വരെ കംപ്ലീറ്റ് പ്രോട്ടീൻ ആണെന്ന് പറയുന്നത് നമ്മുടെ ശരീരം. പക്ഷെ അതിൽ മറ്റ് ചില ന്യൂട്രിയൻസിനും ഫാക്ടർ ഉള്ളതുകൊണ്ട് അതാണ് ഞാനിപ്പോൾ പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് എനർജിയാണ് നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച്. വൈറ്റമിൻസും മിനറൽസും എല്ലാ ബോഡി ഫംഗ്ഷൻസിനും പലതരത്തിലുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ ആക്ടിവിറ്റി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഡീജനറേഷൻ ഇല്ലാതിരിക്കാൻ, അല്ലെങ്കിൽ ഏജിങ് വളരെ ഫാസ്റ്റ് ആവാതിരിക്കാൻ ഒക്കെ വൈറ്റമിൻസും മിനറൽസും ഹെൽപ്പ് ചെയ്യും. ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ ആവശ്യമാണ്, ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമാണ്, നമ്മുടെ ഗട്ട് മൈക്രോബയോമിന് ആവശ്യമാണ്. ഇത് മാത്രമല്ല, ഒരു ഭക്ഷണത്തിനെ ഭക്ഷണമായി നിലനിർത്തുന്നത് ഒരുപക്ഷെ ഈ സപ്ലിമെന്റ്സ് ഒക്കെ, ഈ മൈക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസിനെ പറ്റി പറഞ്ഞില്ലേ, അതിലിപ്പോ ഉള്ളത് എന്തൊക്കെയാ? പ്രോട്ടീൻ, ഫാറ്റ്, ഇതൊക്കെ മാത്രമല്ലേ. അപ്പൊ ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനെ ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയാൻ പറ്റും. അതിനൊരു ഭക്ഷണമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനകത്ത് ഫൈബറും കൂടി വരുമ്പോഴാണ്. സോലുബിൾ ആയിട്ടുള്ള ഫൈബർ ഉണ്ടാവും, ഇൻസോലുബിൾ ആയിട്ടുള്ള ഫൈബർ ഉണ്ടാവും. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഇലയ്ക്ക് അതിന്റെ പ്രോട്ടീനും ഫൈബർ കണ്ടന്റും ഫാറ്റും അല്ലെങ്കിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ വരും. ഒരു പച്ചക്കറിയെ സംബന്ധിച്ച് അതൊക്കെ വരും. നോൺ വെജിനെ സംബന്ധിച്ച് അതൊക്കെ കമ്പൈൻ ആയിട്ട് വരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ഒരു ഫുഡ് ആവുന്നത്. ഓക്കെ, ഇത് കൂടാതെ വെള്ളം വേണം. നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച് വെള്ളം ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ. സോ പ്രധാനപ്പെട്ട ചില ന്യൂട്രിയൻസ് ഞാനിവിടെ പറഞ്ഞു. ഇന്ന്
നമ്മൾ എത്ര ഭക്ഷണം കഴിക്കണം എന്നതിനെ പറ്റിയിട്ട്, ഹൗ മച്ച് ഫുഡ്, നമ്മൾ എത്ര ഭക്ഷണം കഴിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരവുണ്ട്. നമ്മുടെ വയറ് നിറയുന്നത് വരെ കഴിക്കുക. അതും എത്രയും പെട്ടെന്ന് കഴിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കഴിക്കുക. കാരണം നമുക്ക് ഒരുപാട് സമയം ചെലവഴിക്കാനില്ലല്ലോ. ഇതുകൊണ്ട് തന്നെ ഏകദേശം 60% ഇന്ത്യൻസ് ഫോളോ ചെയ്യുന്നത് തീർത്തും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേൺ ആണ്. നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലല്ല. പക്ഷെ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഡയറ്റ് ഇതാണോ ആവേണ്ടത്? അല്ല. 80%-ലധികം ആൾക്കാരും ഒന്നോ അതിലധികമോ ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി രോഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇൻസഫിഷ്യൻസിയിലാണുള്ളത്. ഇൻസഫിഷ്യൻസി എന്ന് പറയുന്നത് ഓപ്റ്റിമൽ ലെവലിന് താഴെയുള്ള ലെവലിനെ പറയുന്നത്. നമ്മുടെ ബോഡി പെർഫോം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആവശ്യമുള്ള ലെവലിനെയാണ് ഓപ്റ്റിമൽ എന്ന് പറയുന്നത്. അതിൽ താഴേക്ക് വരുമ്പോൾ RDE അല്ലെങ്കിൽ റെക്കമെൻഡഡ് ഡെയിലി അലവൻസസ് എന്ന് പറയും. അതിലും താഴേക്ക് വരുമ്പോഴാണ് ഇൻസഫിഷ്യൻസി ആവുന്നതും അതിലും താഴേക്ക് വരുമ്പോൾ ഡെഫിഷ്യൻസി ആവുന്നതും. ഇൻസഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ശരിയായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ ഇത്രയും പോരാ. ഓക്കെ, സോ 60% ഇന്ത്യൻ ഫോളോ അൺഹെൽത്തി ഡയറ്റ്, 80% ഹാവ് സം ഓർ ദ അതർ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. ഇത്രയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എത്ര എന്ന് ചിന്തിക്കുമ്പോൾ. ഇത് ശരിക്കും കറന്റ് തോട്ട്സ് അല്ല, കറന്റ് റിയാലിറ്റിയാണ്. നമുക്കവിടെ ഒരു വ്യത്യസ്തമായ പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടോട്ടൽ ഒരു ഫുഡ് പ്ലേറ്റ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഫുഡ് പ്ലേറ്റ് വളരെ സയന്റിഫിക് ആണ്, അതുകൊണ്ട് ഇത്ര ഗ്രാം എന്നൊക്കെ പറയാം. ഇതൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു 40% കാർബോഹൈഡ്രേറ്റ്, ഒരു 30% പ്രോട്ടീൻ, ഒരു 30% ഫാറ്റ്, ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഇതിനെ ഒന്നുകൂടി ചേഞ്ച് ചെയ്യാം. നമ്മൾ കഴിക്കുന്നതിൽ അരി ഭക്ഷണം അല്ലെങ്കിൽ വീറ്റ്, ഗോതമ്പ് ഭക്ഷണമൊക്കെ ഒരു 40%, അതുപോലെ തന്നെ പലതരത്തിലുള്ള ധാന്യങ്ങളും പാലും, മുട്ട, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടിയിട്ട് ഒരു 30%, പലതരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും കൂടിയിട്ട് ഒരു 30%, ഇങ്ങനെ എടുക്കാൻ പറ്റൂ. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ഫുഡ് പ്ലേറ്റ് വളരെ ബെറ്റർ ആവും. ഒരു ഹെൽത്തി ഫുഡ് പ്ലേറ്റിലേക്ക് പോവുകയാണ് ചെയ്യുക. അവിടെ ന്യൂട്രിയൻ ഷെയർ ഉണ്ടാവും. ഒരു പ്ലാൻ റിച്ച് ഡയറ്റ്, ഞാനിപ്പോ പറഞ്ഞതിൽ എത്രയാണ് നോൺ വെജിന്റെ കണ്ടന്റ് വന്നത്? വളരെ കുറവായിരുന്നു അല്ലെ? 40% അരി അല്ലെങ്കിൽ ഗോതമ്പ് ഭക്ഷണം, അതുപോലെ തന്നെ ഒരു 30% വെജിറ്റബിൾസും ഫ്രൂട്ട്സും വന്നു. 30%-ൽ പലതരത്തിലുള്ള ചെറുപയർ പോലെയുള്ള പരിപ്പ് വർഗ്ഗങ്ങളും പിന്നെ മുട്ടയും പാലും ഒക്കെയാണ് വന്നത്, അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ആണ് വന്നത്. സോ അവിടെ ഒരു പ്ലാൻ റിച്ച് ഡയറ്റ് ആണ് വരുന്നത്. ഓപ്റ്റിമൽ ആയിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ മിനിമൽ ഹോൾ ഗ്രെയിൻസ്, ഹെൽത്തി ഫാറ്റ്സ് വരുന്നുണ്ട്. ഹോൾ ഗ്രെയിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് തവിടോട് കൂടിയ ധാന്യവർഗ്ഗങ്ങളെയാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, കൊഴുപ്പ് വരുന്നുണ്ട്. നട്ട്സ് ആൻഡ് സീഡ്സിലൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ടാവും. ആൻഡ് ആവശ്യത്തിന് വെള്ളവും. സോ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ എത്ര ഭക്ഷണം കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ നമ്മൾ കഴിക്കണം. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ സാധാരണഗതിയിൽ ന്യൂട്രിയൻ ഷെയർ നോക്കിയിട്ട് കഴിക്കുന്നുണ്ടോ? ഇല്ല. എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്? എഗെയിൻ ഇവിടെയും ചോദ്യത്തിന് ഉത്തരം അത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് എപ്പോഴൊക്കെ ഭക്ഷണം കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ കഴിക്കാം. ഇതാണ് കറന്റ് തോട്ട്സ്. സോ ഇതേ കാരണം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എപ്പോഴാണോ ഭക്ഷണം അവൈലബിൾ ആയിട്ടുള്ളത്, എപ്പോഴാണോ നമുക്ക് ഇമോഷണലി ഹേർട്ട് ആവുന്നത്, അപ്പോഴൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാം. ഇതൊരു പാറ്റേൺ ആയി മാറിയിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ടും എഗെയിൻ നേരത്തെ പറഞ്ഞ ഒരു കാരണം അവിടെ എത്തിയിട്ടുണ്ട്. 60% ഓഫ് ഇന്ത്യൻ ഫോളോ അൺഹെൽത്തി ഡയറ്റ്. സോ എപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്? ആക്ച്വലി നമ്മുടെ ബോഡിക്ക് ഒരു റിതം ഉണ്ട്. ഈ റിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാഡിയൻ റിതത്തിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റ് സെഷൻസിൽ എടുത്തിട്ടുണ്ട്. ബട്ട് ഇത്രയും ചിന്തിച്ചു നോക്കൂ, മാക്സിമം കോർഡിനേഷൻ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് എപ്പോഴാണ്? സൂര്യൻ ഉദിച്ചതിന് ശേഷം. മാക്സിമം കോൺസെൻട്രേഷൻ ശരീരത്തിന് കിട്ടുന്നത് എപ്പോഴാണ്? ഏകദേശം ഈവനിങ് ആവുമ്പോൾ. ഈ രണ്ടും, സൺറൈസും സൺസെറ്റും, ഇതിനിടയിലുള്ള സമയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വേണ്ട സപ്പോർട്ടും ആക്ടിവേഷനും ഒക്കെ നൽകുന്നത്. സൺസെറ്റ് മുതൽ സൺറൈസ് വരെയുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ റിപ്പയർ ചെയ്യാനും റീബിൽഡ് ചെയ്യാനും ആവശ്യമുള്ള സമയമാണ്. ആ സമയത്താണ് ഒരു ഗുഡ് നൈറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ശരിയായ രാത്രി ഉറക്കമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്. ഈ ഒരു റിത്തത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കണം? രാവിലെ ഒരു പക്ഷേ 1-2 മണിക്കൂർ എഴുന്നേറ്റതിന് ശേഷം 1-2 മണിക്കൂറിന് ശേഷം മാത്രം ചായ പോലും കുടിക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയിലും പഞ്ചസാരയോ അല്ലെങ്കിൽ പാലോ ഒക്കെ ഒഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കലോറി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. കലോറി ഉള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നത് ഒരു 1 to 2 hours സമയം കൊടുക്കുക. എപ്പോഴാണോ വിശപ്പുള്ളത്, വിശപ്പ് അറിഞ്ഞു കഴിക്കുക.
നമ്മളൊരു ജസ്റ്റ് ഒരു റൂട്ടീൻ വർക്ക് മാത്രമാക്കിയിട്ട് അല്ലെങ്കിൽ എപ്പോഴാണോ മീൽ അവൈലബിലിറ്റി ഉള്ളത് അന്നേരം മാത്രം കഴിക്കാതെ വിശപ്പ് കൂടി അറിഞ്ഞു കഴിക്കുക. ഇന്നത്തെ പാറ്റേണിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും വർക്ക് അല്ലെങ്കിൽ എപ്പോഴാണോ ഒരു കടയിൽ കസ്റ്റമർ എപ്പോഴാണുള്ളത് ആ സമയത്ത് കടയിലുള്ള ആൾക്ക് ജീവനക്കാരനെ ഒരുപക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെ? അതുപോലെ തന്നെ ഓഫീസ് ആണെങ്കിലും മറ്റ് സിറ്റുവേഷൻസിൽ യാത്രയാണെങ്കിലും ഒക്കെ നമ്മൾ കൂടുതൽ യാത്രയൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് നമ്മുടെ ശരീരത്തിനും ചില ചെറിയ രീതിയിലെങ്കിലും സംഭവിക്കുന്നുണ്ടാവും. അപ്പൊ റൂട്ടീൻ ട്രാവലേഴ്സ്, ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ട്രാവലേഴ്സ് അങ്ങനെയുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും. എല്ലാ 3-4 മണിക്കൂറിലും ഭക്ഷണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എല്ലാ 3-4 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൺറൈസ് മുതൽ സൺസെറ്റ് വരെയുള്ള സമയമാണെന്ന് ആലോചിക്കണം. നമ്മള് വൈകുന്നേരത്തെ സൺസെറ്റിന് ചായ കുടിച്ചിട്ട് പിന്നെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് രാത്രി 10 മണിക്ക് ഡിന്നർ കഴിക്കാൻ ആലോചിക്കുന്ന ആൾക്കാർ ആണ്, അല്ലെ? അതിൽ നിന്നും മാറേണ്ടത് ആവശ്യമാണ്. 2-3 മണിക്കൂർ മുമ്പ്, ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുമ്പെങ്കിലും ലാസ്റ്റ് ഭക്ഷണം കഴിച്ച് തീർക്കണം. അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മുടെ ബോഡിക്ക് റിപ്പയർ ചെയ്യാനും റീബിൽഡ് ചെയ്യാനും സമയം കിട്ടുന്നുണ്ടാവും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ് ആക്ടിവിറ്റി, മീൻസ് വർക്കൗട്ട് ചെയ്യുന്നവരോ ഓടാൻ പോകുന്നവരോ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ആ ഒരു ആക്ടിവിറ്റിക്ക് ശേഷം വിത്തിൻ 1 അവർ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ഗ്ലൈക്കോജൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഒരുപക്ഷെ ഫ്രക്ടോസ് അടങ്ങിയ പഴങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. കാരണം അത് മസിൽ റിപ്പയറിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യും, മസിൽ ബിൽഡിങ്ങിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ പോസ്റ്റ് ആക്ടിവിറ്റിയും നമുക്ക് ഭക്ഷണം കഴിക്കാം. മറ്റൊരു കാര്യം, എപ്പോഴാണെന്നല്ല എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, ഹൗ ടു ഹാവ്. ഇന്നത്തെ തോട്ട്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ഭക്ഷണം ചവച്ച് കഴിക്കുന്ന ഒരു പാറ്റേണിലേക്ക് പോകാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് നമ്മൾ അറിയാറുമില്ല. ഇതിൽ ശരിക്കും ഒരു ശരിയായ പെർസ്പെക്റ്റീവ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാം? മൈൻഡ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റൊമക് ഫുൾ ആവുന്ന രീതിയിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ ഭക്ഷണം അറിഞ്ഞു കഴിക്കണം, പ്രത്യേകിച്ചും ചവച്ച് കഴിക്കണം. അത് പതിയെ കഴിക്കുക, മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുക, ആൻഡ് ഒരു റിയൽ ഫുഡ് ആയിട്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക. റിയൽ ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ പച്ചക്കറികൾ കൂടുതൽ കഴിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സലാഡ്സ് ഒക്കെ ഇതിൽ വളരെ ബെറ്റർ ആണ്. ഹൈലി പ്രോസസ് ആയിട്ടുള്ള ഭക്ഷണം ഒരുപക്ഷെ ലാസ്റ്റിലേക്ക് കഴിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഡിസേർട്ട് ഐറ്റംസ് ഒക്കെ ലാസ്റ്റിൽ സെർവ് ചെയ്യാറ്. ആദ്യം തന്നെ ഡെസേർട്ട് തരാറില്ല, അല്ലെ? മധുരമുള്ള സാധനങ്ങൾ ആദ്യം തന്നെയാണ് അത്. കാരണം അതിൽ പ്രോസസ്സിംഗ് കുറച്ച് കൂടുതൽ, ഈവൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ പോലും പ്രോസസ്സിംഗ് വളരെ കൂടുതലായിരിക്കും. സോ റിയൽ ഫുഡില് നമ്മുടെ ഫൈബർ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മീൽ ഒന്ന് ബാലൻസ് പ്ലേറ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. ബാലൻസ് പ്ലേറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? 40-30-30 എന്നുള്ള പെർസെന്റേജ് വെച്ചിട്ടെങ്കിലും ഒരു പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പെർസെന്റേജ് ലെവൽ പറഞ്ഞെന്നുള്ളൂ. പച്ചക്കറികളും അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം, ഈ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഒരു റെഗുലർ മീൽ ടൈം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ആ മീൽ ടൈമിനനുസരിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ആൻഡ് ആഫ്റ്റർ ഓൾ എൻജോയ് ഫുഡ്. നമ്മൾ എന്താണോ എൻജോയ് ചെയ്യുന്നത് അത് കൂടുതൽ കാലം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരുപക്ഷെ ഒരു മരുന്നിനെ സംബന്ധിച്ചിട്ട് ഇത്രയും ഡീറ്റെയിലൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല. 101 ഡോക്ടർ അവിടെ എഴുതി കഴിഞ്ഞാൽ, പ്രിസ്ക്രിപ്ഷനിൽ എഴുതി കഴിഞ്ഞാൽ ദാറ്റ്സ് ഇനഫ്, അല്ലെ? അത് നോക്കിയിട്ട് ഫാർമസിസ്റ്റും നമുക്ക് തരുന്ന മരുന്നിന് മുകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ലിപ്പിന് മുകളിലേക്ക് എഴുതി തരുന്നുണ്ടാവും. നമ്മൾ അതിനനുസരിച്ച് മരുന്ന് കഴിക്കുന്നുണ്ടാവും. ഈ ഒരു പാറ്റേൺ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് ഈസ് ജസ്റ്റ് മെഡിസിൻ. നമ്മുടെ വയറ് നിറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല അതിന്റെ പ്രധാനപ്പെട്ട ജോലി ഭക്ഷണത്തിന്റെ. അത് നമ്മുടെ ഹീലിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഭക്ഷണമായിട്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്റ്റിമൽ ഹെൽത്ത് ഈസ് അറ്റൈൻ ബൈ ഓപ്റ്റിമൽ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ഇൻടേക്ക് വിത്ത് ബോഡി മൂവ്മെന്റ്, ആഡിക്വേറ്റ് റെസ്റ്റ് ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആരോഗ്യത്തിന്റെ 4 പില്ലേഴ്സും ഈ ഒരു ഇതിൽ തന്നെ ഞാൻ ഒറ്റ സെന്റൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിന് നല്ല മൂവ്മെന്റ് ഉണ്ടാവണം, വിശ്രമം ഉണ്ടാവണം, മനസ്സിന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഭക്ഷണത്തിൽ കൂടി നമുക്ക് കിട്ടേണ്ടത് ഓപ്റ്റിമൽ ആയിട്ടുള്ള ന്യൂട്രീഷണൽ ഇൻടേക്കുമാണ്. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആവുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു മരുന്ന് ശരിയായ രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടാവുക.